Hi students, welcome to the lecture. Today we will be dealing with Brander-Krugman model. So without much delay, let's move on to the topic, the Brander-Krugman model. What are the assumptions of Brander-Krugman model? The model related to intra-industry trade has been developed by J.A. Brander and P.R. Krugman. So, ഈ ഒരു ബ്രാൻഡർ ക്രൂക്ക്മാൻ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് J.A. ബ്രാൻഡറും അതുപോലെ P.R. ക്രൂക്ക്മാനുമാണ്. ഇതൊരു ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ആണ്. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻലി ഡിഫൈൻഡ് ആസ് ദ സിറ്റുവേഷൻ വെയർ countries simultaneously import and export what are essentially the same products. ഓക്കെ, ഇപ്പൊ സെയിം പ്രൊഡക്ട്സ് തന്നെ കൺട്രീസ് തമ്മിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുവാണ് എങ്കിൽ അതൊരു ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് സെയിം ഇൻഡസ്ട്രീസിന്റെ തന്നെ പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പം അത് രണ്ട് കൺട്രീസ് തമ്മിലായിരിക്കും ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് the UK. In the case of UK, both export cars to Sweden and import them. In case of UK and Sweden, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് കൺട്രീസ് ആണ് ഏതൊക്കെയാണ്? യുകെയും സ്വീഡനുമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ദം, അവർ ഇപ്പൊ UK സ്വീഡന് കാർസ് എക്സ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ സ്വീഡനിൽ നിന്ന് കാർസ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് സെയിം പ്രൊഡക്റ്റ് ആണ്, രണ്ട് കൺട്രീസ് ആണ്. അപ്പോൾ അവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നുമുണ്ട്. ദാറ്റ് ഈസ് ട്രേഡ് ഓൾസോ ടേക്കിംഗ് പ്ലേസ്. സോ ഒരു ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ആണ് ഈ ഒരു മോഡൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് J.A. ബ്രാൻഡറും P.R. ക്രൂക്ക്മാനുമാണ്. ഇറ്റ് ഈസ് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഇനി മൂവിങ് ഓൺ. This partial equilibrium model rests upon the following main assumptions. So main assumptions with regard to this Brander-Krugman model is explained below. The first one is there are two countries which are identical in all aspects. So നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് രണ്ട് കൺട്രീസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ കൺട്രി 1 ആൻഡ് കൺട്രി 2 രണ്ട് കൺട്രീസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി ഈസ് ഹോമോജീനിയസ്. സോ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അല്ലെങ്കിൽ കമ്മോഡിറ്റി ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിവിടെ യുകെയുടെയും സ്വീഡനെയും കൺസിഡർ ചെയ്യുന്നു. രണ്ട് കൺട്രീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്മോഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കാറാണ്. കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോമോജീനിയസ് ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഹോമോജീനിയസ് ആണ് ആസ് വി ആർ ടെലിംഗ് കാർ. ദെൻ there is one producer in each of the two countries. So ഈ രണ്ട് കൺട്രീസിലും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ഇൻഡസ്ട്രി ആയിരിക്കും. അതായത് ഒരു ഇൻഡസ്ട്രി മാത്രമായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഒരു കൺട്രിയിൽ നടത്തുന്നുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. There is only one producer in each of the two countries. Then each producer has equal cost of production. So കൺട്രി 1ലെ പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന കോസ്റ്റ് തന്നെയായിരിക്കും കൺട്രി 2വിൽ വരുന്ന പ്രൊഡ്യൂസറിനും ഉണ്ടാകുന്നത്. സോ അവരുടെ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈക്വൽ ആണ് എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്, അസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ ദ കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് ലീനിയർ ഇൻ ടു കൺട്രീസ്. രണ്ട് കൺട്രീസിന്റെ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയായിട്ടാണ് എടുക്കുന്നത്? ലീനിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ദ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ഐഡന്റിക്കൽ ഇൻ ടു കൺട്രീസ്. ഇനി ഈ രണ്ട് കൺട്രീസിന്റെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് both the firms display Cournot behavior. So ഇവർ കാണിക്കുന്നത് ഒരു Cournot behavior ആയിരിക്കും. കാരണം എന്താണ്? ഓരോ ഫേംസും അവരുടെ റൈവൽ ഫേംസിന്റെ സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ ഫേംസ് അല്ലെങ്കിൽ ഈ ഫേംസ് രണ്ടും എന്താണ് ഒരു Cournot behavior കൂടി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ 7 അസംഷൻസ് ആണ് ഈ ഒരു ബ്രാൻഡർ-ക്രൂക്ക്മാൻ മോഡലിന് ഉള്ളത്. എന്തൊക്കെയാണ്? രണ്ട് കൺട്രീസ് ആണ് ഉള്ളത്, അവരെല്ലാ കാര്യത്തിലും ഐഡന്റിറ്റിക്കൽ ആണ്. അതുപോലെ തന്നെ കമ്മോഡിറ്റി ഹോമോജീനിയസ് ആണ്. there is one producer in each of the two countries. രണ്ട് കൺട്രീസിനും ഓരോ പ്രൊഡ്യൂസേഴ്സ് വെച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആണ്. ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലീനിയർ ആയിട്ടാണ് എടുക്കുന്നത്. ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫംഗ്ഷനും സെയിം ആണ്. അതുപോലെ ഇവർ ഒരു Cournot behavior ആണ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Moving on to the next slide. So here the linear cost function is given by C is equal to alpha plus beta q. So നമുക്കിവിടെ
ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലീനിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന്. സോ നമ്മൾ കോസ്റ്റ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്തതാണ് C is equal to ആൽഫ പ്ലസ് ബീറ്റ ക്യൂ എന്നുള്ളത്. ഇതിൽ C എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്, ആൽഫ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ കോസ്റ്റ് ആണ്, ആൻഡ് Q is equal to ഔട്ട്പുട്ട്. സോ നമുക്കിവിടെ എന്തൊക്കെ കാണാനായിട്ട് പറ്റും? ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇവയെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ, ആൻഡ് ദാറ്റ് ഈസ് ലീനിയർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിവിടെ ഡിമാൻഡ് ഫംഗ്ഷനും ലീനിയർ ആണ് അല്ലെങ്കിൽ ഐഡന്റിറ്റിക്കൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൺട്രീസിനും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഡിമാൻഡ് ഫംഗ്ഷനും കൂടി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡിനറി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? P is equal to എന്താണ്? A minus B Q. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണല്ലോ നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ. സോ അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് P is equal to A minus BQ എന്നുള്ളത്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെയും നമ്മൾ അത് തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. The demand function in country I is given by. സോ കൺട്രി I നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഇതൊരു ജനറൽ ആയിട്ടാട്ടോ നമ്മൾ ഈ ഒരു PI is equal to A minus B into Q1 raised to I plus Q2 raised to I എഴുതിയിരിക്കുന്നത്. ഇതൊരു ജനറൽ ഡിമാൻഡ് ഫംഗ്ഷൻ ആണ് ഫോർ എ കൺട്രി I. Okay, so PI is equal to A minus B into Q1 raised to I plus Q2 raised to I. So ഇതിൽ I എന്ന് പറഞ്ഞിരിക്കുന്ന സൂപ്പർ സ്ക്രിപ്റ്റ് കാണിക്കുന്നത് the country in which the good is consumed. ഏത് കൺട്രി ആണോ ആ ഗുഡ് കൺസ്യൂം ചെയ്യുന്നത് ആ കൺട്രീനെയാണ് ഈ മുകളിലുള്ള സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള I റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ ഇപ്പൊ ഈ I ഈക്വൽ ടു 1 ആണ് എങ്കിൽ എന്താണ്? ഈ I ഈക്വൽ ടു 1 ആണ് എങ്കിൽ നമ്മൾ ഹോം കൺട്രി ആയിരിക്കും ആ ഒരു ഗുഡ് കൺസ്യൂം ചെയ്തിരിക്കുന്നതെന്നാണ് എടുക്കുന്നത്. അതുപോലെ ഈ I is equal to എത്രയാണ്? 2 ആണ് എങ്കിൽ ഫോറിൻ കൺട്രി ആണ് ഈ ഒരു ഗുഡ് കൺസ്യൂം ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ അകത്തുള്ള സബ്സ്ക്രിപ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Q1 എന്നും Q2 എന്നുമുള്ള സബ്സ്ക്രിപ്റ്റ്. ഇവ കാണിക്കുന്നത് ഹോം ആൻഡ് ഫോറിൻ കൺട്രീസ് ആണ്. ഓക്കെ, ഏത് കൺട്രി ആണ് ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് Q1 എന്നും Q2 എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അതായത് അതിനകത്ത് 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോം കൺട്രി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും. 2 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഫോറിൻ കൺട്രി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ P എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ പ്രൈസ് ആണ്. ഓക്കെ, Q1 ഉം Q2 ഉം ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹോം കൺട്രി ആൻഡ് ഫോറിൻ കൺട്രി ആണ്. I വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ദ കൺട്രി ഇൻ വിച്ച് ദ ഗുഡ് ഈസ് കൺസ്യൂംഡ്. ദെൻ ഇനി നമ്മൾ ഓരോ കൺട്രീസിന്റെയും റവന്യൂ ആണ് നോക്കുന്നത് കേട്ടോ. സോ നമ്മളിപ്പോൾ കോസ്റ്റ് കണ്ടു, പ്രൈസ് കണ്ടു, അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് റവന്യൂ ആണ്. റവന്യൂ ടു ദ ഹോം പ്രൊഡ്യൂസർ ബൈ ദ സെയിൽസ് ഇൻ ഹോം മാർക്കറ്റ്. ഹോം മാർക്കറ്റിൽ ഉണ്ടായ വിപണനം മൂലം ഹോം പ്രൊഡ്യൂസറിനുണ്ടായ റവന്യൂ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ദാറ്റ് ഈസ് R1 raised to 1. So the revenue of the country 1, that is the home country, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, which is equal to A minus B into Q1 raised to 1 plus Q2 raised to 1 all multiplied by Q1 raised to 1. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ടോട്ടൽ റവന്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? P into Q എന്നാണ് നമ്മൾ ടോട്ടൽ റവന്യൂവിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പ്രൈസ് അല്ലെങ്കിൽ ഈ പ്രൈസിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്കിവിടെ ഉണ്ട് അല്ലെ? എന്താണ്? PI is equal to A minus B into Q1 raised to I plus Q2 raised to I എന്നുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ കൺട്രി 1ന്റെ റവന്യൂ എടുക്കുന്നത് കൊണ്ട് തന്നെ I എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂസിനെല്ലാം നമ്മൾ 1 വെച്ചിട്ട് ചേഞ്ച് ചെയ്തു. സോ അത് നമ്മൾ അതേപോലെ താഴോട്ടേക്ക് ഇറക്കി എഴുതി. ദാറ്റ് ഈസ് A minus B into Q1 raised to 1 plus Q2 raised to 1 whole multiplied by Q1 raised to 1. ദാറ്റ് ഈസ് നമ്മുടെ Q എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി. ഇനി റവന്യൂ ടു ദ ഹോം പ്രൊഡ്യൂസർ ഫോർ ദ സെയിൽസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഫോറിൻ മാർക്കറ്റിൽ ഈ ഹോം പ്രൊഡ്യൂസർ സെല്ല് ചെയ്തത് വഴി അദ്ദേഹത്തിന് കിട്ടുന്ന റവന്യൂ ആണ് നമ്മൾ രണ്ടാമത് എഴുതാൻ പോകുന്ന R1
റേസ് ടു 2 എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏത് കൺട്രിയാണ് ഗുഡ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് മുകളിൽ നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ താഴെ കാണിക്കുന്നത് ഏത് കൺട്രിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം R1 എന്നാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ഹോം കൺട്രി ആണ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ മുകളിൽ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് 2. അതായത് എന്താണ്, ഇത് എവിടെയാണ് സെൽ ചെയ്തിരിക്കുന്നത്? ഫോറിൻ കൺട്രിയിലാണ് ഇത് സെൽ ചെയ്തിരിക്കുന്നത്. അതായത് ഫോറിൻ കൺട്രിയിലുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആണ് ഇത് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. സോ അതുവഴി ഹോം കൺട്രിക്ക് കിട്ടുന്ന റവന്യൂ ആണ് നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. സോ അതും സെയിം തന്നെ A minus B into Q1 raised to 2 എന്നായി, പ്ലസ് Q2 raised to 2 into Q1 raised to 2 എന്നുള്ളത് നമ്മളത് മാറ്റി എഴുതി. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമ്മൾ ഫോറിൻ കൺട്രിയുടെ കൺസപ്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്നേ ഉള്ളൂ. ദെൻ നമുക്ക് ടോട്ടൽ റവന്യൂ ആണല്ലോ വേണ്ടത്. ഹോം പ്രൊഡ്യൂസറിന് ഹോം കൺട്രിയിലുള്ള കൺസപ്ഷനും അതുവഴി കിട്ടിയിരിക്കുന്ന റവന്യൂവും പ്ലസ് ഈ ഹോം പ്രൊഡ്യൂസറിന് തന്നെ ഫോറിൻ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്ന റവന്യൂ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് R1 raised to 1 plus R1 raised to 2 എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ ഈ ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും ഈ സെക്കൻഡ് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്തു. സോ അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. That is A minus B into Q1 raised to 1 plus Q2 raised to 1 whole multiplied by Q1 raised to 1 plus A minus B into Q1 raised to 2 plus Q2 raised to 2 whole multiplied by Q1 raised to 2. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിപ്പോൾ റവന്യൂ കിട്ടി. നമ്മളൊരു ജനറൽ ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്നാണ് പ്രൈസ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഫംഗ്ഷൻ എഴുതിയിട്ടും ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് C is equal to alpha plus beta Q. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി the total cost due to the production meant for home and foreign market. ഹോം മാർക്കറ്റിനും ഫോറിൻ മാർക്കറ്റിനും നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രൊഡക്ഷൻ നടത്തിയപ്പോഴത്തേക്കും ആ ഒരു ഇൻഡസ്ട്രിക്ക് എന്താണ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ കോസ്റ്റ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് C1 is equal to alpha minus beta into Q1 raised to 1 plus Q1 raised to 2. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന കോസ്റ്റിനെ ആണ് നമ്മൾ ഈ ഒരു C1 is equal to, അതായത് ഹോം കൺട്രിയിലാണല്ലോ പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹോം കൺട്രിയാണ്. സോ C1 ആണ് ആ ഹോം കൺട്രിയിൽ ഉണ്ടാവുന്ന കോസ്റ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു Q1 raised to 1 plus Q1 raised to 2. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ the amount of profit M1 can be represented by M1 is equal to the R1 raised to 1 plus R1 raised to 2 minus C1. So നമുക്ക് ഓൾറെഡി അറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്. റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ ആരുടെ പ്രോഫിറ്റ് ആണ്, ഹോം കൺട്രിയിലെ പ്രൊഡ്യൂസറിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. സോ നമ്മൾ നേരത്തെ തന്നെ R1ഉം R2ഉം R1 raised to 1ഉം R1 raised to 2ഉം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഇപ്പൊ നമ്മൾ കുറച്ച് മുൻപ് എഴുതിയിരിക്കുന്ന ആ ഒരു ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു Q1 raised to 1 plus Q2 raised to 2 എന്ന് പറഞ്ഞിരിക്കുന്ന ആ കോസ്റ്റ് ടോട്ടൽ റവന്യൂവിൽ നിന്ന് മൈനസ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. സോ അത് നമ്മൾ എഴുതാണ് M1 is equal to A minus B into Q1 raised to 1 plus Q2 raised to 1 whole multiplied by Q1 raised to 1 plus A minus B into Q1 raised to 2 plus Q2 raised to 2 whole multiplied by Q1 raised to 2 minus alpha minus beta into Q1 raised to 1 plus Q1 raised to 2. Okay. ഇനി സിമിലർലി നമ്മൾ ഫോറിൻ മാർക്കറ്റിന്റെയും അല്ലെങ്കിൽ ഫോറിൻ പ്രൊഡ്യൂസേഴ്സിനുണ്ടായ റവന്യൂവും ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ മുൻപേ നമ്മൾ കണ്ട ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോറിൻ പ്രൊഡ്യൂസറിനുണ്ടായ പ്രോഫിറ്റും കണ്ടുപിടിക്കാം. സോ അത് നമ്മൾ അതേ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണിത്. M2 is equal to A minus B into Q1 raised to 1 plus Q2 raised to 1 whole multiplied by നോക്ക് Q2 raised to 1 ആണ് വന്നിരിക്കുന്നത് പ്ലസ് A minus B into Q1 raised to 2 plus Q2 raised to 2 whole multiplied by Q2 raised to 2 minus alpha minus beta into Q2 raised to 1 plus Q2 raised to 2. Okay. Then ഇനി നമ്മൾ
കുർനോട്ട് മോഡൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സിനും അവരുടെ സെയിൽസ് അവർക്ക് ഡിറ്റർമൈൻ ചെയ്യണമല്ലോ. ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ലുക്കിംഗ് അറ്റ് ദ 2 മാർക്കറ്റ്സ് ആൻഡ് ഓൾസോ ദേ ആർ തിങ്കിങ് ലൈക്ക് their assumption is മറ്റ് rival firmsന്റെ സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും such that he could maximize his profits. So according to the following of Cournot model, each producer will determine his sales in 2 markets on the assumption that the rival firm's sales or supply will remain unchanged so that he could earn his profit. സോ നമ്മൾ ഇതും അസംഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ 7ാമത്തെ അസംഷൻ ആണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി നമ്മുടെ ഹോം പ്രൊഡ്യൂസറിന് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഓർ വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി which is produced by the home country, which is consumed also in the home country, should be equal to 0. And at the same way, the change in the profit of the home country with respect to the change in the quantity produced by the home country but it is consumed in the foreign country should also be equal to 0. That is, എന്താണ് ഈ ചേഞ്ച് ഇൻ M1 എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോ M1 by ഡോ Q1 raised to 1. ഇതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിരിക്കുന്നത്. M1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോം കൺട്രിയുടെ പ്രോഫിറ്റ് ആണ്. Q1 raised to 1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹോം കൺട്രി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ് ഹോം കൺട്രിയിലുള്ള കൺസ്യൂമേഴ്സ് തന്നെ കൺസ്യൂം ചെയ്തിരിക്കുന്നതാണ് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ രണ്ടുവിന്റെയും ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് A minus 2B into Q raised to 1 minus B into Q2 raised to 1 minus beta is equal to 0. അതേപോലെ തന്നെ എന്താണ്, ചേഞ്ച് ഇൻ M1 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ Q1 raised to 2. That is A minus 2B into Q1 raised to 2 minus B into Q2 raised to 2 minus beta is equal to 0. ഈ 2 ഇക്വേഷൻസും 0 ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇനി എന്താണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോറിൻ പ്രൊഡ്യൂസർ, again on the assumption that sales of the home producer remains unchanged. We will require the following conditions to be fulfilled. So എന്തൊക്കെയാണ് അതിന്റെ കേസിൽ വരുന്നത്, ഇവിടെ നമ്മൾ ഹോം പ്രൊഡ്യൂസറിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ നോക്കിയത്. ഇനി ഫോറിൻ പ്രൊഡ്യൂസറിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടീഷൻ നോക്കുന്നത് എന്താണ്, ചേഞ്ച് ഇൻ the profit attained by the foreign producer with respect to the change in the quantity that is produced by the foreign producer and consumed in the home market, which is equal to A minus 2B into Q2 raised to 1 minus B into Q1 raised to 1 minus beta is equal to 0. In the same way, change in the profit obtained by the foreign producer with respect to the change in the quantity produced by the foreign producer for the consumption of the foreign country itself, which is equal to A minus 2B into Q1 raised to 2 minus beta B into Q2 raised to 2 minus beta is equal to 0. So നമുക്കിപ്പോൾ ഇവിടെ 4 ഇക്വേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. എത്ര ഇക്വേഷൻസ് ആണ്, 4 ഇക്വേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും റീപ്ലൈ ചെയ്യുക. ഇത്രയും ക്ലിയർ ആയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടി ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് വീണ്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി. ഇനി by solving equations 1 and 3. So ഏതൊക്കെയാണ്, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ്സ് obtained by the home producer with respect to the change in the quantity produced by the home producer and the consumption of the same in the home country. And പിന്നെ എന്താണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, തേർഡ് ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് obtained by the foreign producer with respect to the change of the quantity produced by the foreign producer for the consumption in the home market. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് കഴിയുമ്പോഴും അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇക്വിലിബറിയം സെയിൽസ് ഇൻ ദ ഹോം മാർക്കറ്റ് ആൻഡ് ഇക്വിലിബറിയം സെയിൽസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഹോം മാർക്കറ്റിലുള്ള ഇക്വിലിബ്രിയം സെയിൽസ് നോക്കാനായിട്ടും അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫോറിൻ മാർക്കറ്റിലുള്ള ഇക്വിലിബ്രിയം സെയിൽസ് നോക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഈച്ച് ഫേം വിൽ പ്രൊഡ്യൂസ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഈക്വൽ ക്വാണ്ടിറ്റീസ്. Each one of them will sell one half of that output in the home market and half of it in the foreign market. So എന്താണ് ഓരോ ഫേംസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാതി അവർ ഹോം കൺട്രിയിൽ വിൽക്കും, അതുപോലെ ബാക്കി പകുതി അവർ ഫോറിൻ മാർക്കറ്റിലായിരിക്കും വിൽക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ബ്രാൻഡർ-ക്രൂഗ്മാൻ മോഡൽ. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. In the figure 10.4, the sale by the home producer in the home market is represented by Q11. ഇത് നോക്ക്, Q11 എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോം പ്രൊഡ്യൂസർ ഹോം മാർക്കറ്റിൽ സെൽ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ്. Q21 എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോറിൻ പ്രൊഡ്യൂസർ ഹോം മാർക്കറ്റിൽ സെൽ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി R1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോം പ്രൊഡ്യൂസറിന്റെ എന്താണ് റിയാക്ഷൻ കർവും, R2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോറിൻ പ്രൊഡ്യൂസറിന്റെ റിയാക്ഷൻ കർവുമാണ്. ഇനി ഇതിലൊരു 45 ഡിഗ്രി ലൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൽ ഈ R1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ ഹോം പ്രൊഡ്യൂസറിന്റെ റിയാക്ഷൻ കർവും, R2 എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ റിയാക്ഷൻ കർവാണ്? ഫോറിൻ പ്രൊഡ്യൂസറിന്റെ റിയാക്ഷൻ കർവാണ്. Suppose initially the foreign producer attempted to sell Q1 quantity in the home market. So ഇവിടെ ഈ ഒരു ഫോറിൻ പ്രൊഡ്യൂസർ നമ്മുടെ ഹോം മാർക്കറ്റിൽ Q1 ക്വാണ്ടിറ്റി വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Given the foreign sale Q1, the reaction curve R1 of the home producer, the profit maximizing sale by the home producer in the home market is Q2. So ഇവിടെ what happens is R1 എന്ന് പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ കർവ് നമ്മൾ ആരുടെ ആയിട്ടാണ് പറഞ്ഞത്? ഹോം പ്രൊഡ്യൂസറിൻ്റെതാണ്. സോ Q2 എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് ഫോറിൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി Q1 ആണെങ്കിൽ ഇൻ റിയാക്ഷൻ ടു ദാറ്റ് ഹോം പ്രൊഡ്യൂസറിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ കർവ് അനുസരിച്ച് അദ്ദേഹം Q2 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് സാധിക്കുക. ഇൻ കേസ് ഈ ഒരു ഹോം പ്രൊഡ്യൂസർ Q2 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ റിയാക്ഷൻ ടു ദാറ്റ്, അതായത് ഇതിനെ ബേസ് ചെയ്തിട്ട് R2 റിയാക്ഷൻ കർവ് അനുസരിച്ച് Q3 ക്വാണ്ടിറ്റി ഫോറിൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്ക് ഒരു പ്രോഫിറ്റ് ലഭിക്കത്തുള്ളൂ. ഇനി ഈ ഒരു Q3 ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഫോറിൻ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മുടെ റിയാക്ഷൻ കർവ് ഹോം പ്രൊഡ്യൂസർ അനുസരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാക്സിമൈസിൽ എത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് Q4 എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ ഇവര് ഈ റിയാക്ഷൻ കർവ് അനുസരിച്ച് ഇവരുടെ ക്വാണ്ടിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവർ പ്രോഫിറ്റ്സിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ രണ്ട് റിയാക്ഷൻ കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന 45 ഡിഗ്രി ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിൽ എത്തുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഈ ഹോം പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഫോറിൻ പ്രൊഡ്യൂസറും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ആ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് Q0 ക്വാണ്ടിറ്റി by home producer and Q0 quantity by foreign producer ആയിരിക്കും. ഇതാണ് equilibrium എന്ന് പറഞ്ഞിരിക്കുന്നത്. That is equilibrium sales in the home market and equilibrium sales in the foreign market. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെക്ചേഴ്സ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. Enjoy learning and thank you so much. God bless you all.